ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രേവൂസ് വ്ലോഗ്. ഞാൻ രേവതി. ഇന്ന് ഞങ്ങളൊരു വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെൻ്റെ കസിനാണ്. അപ്പോൾ അമ്മയുടെ പിറന്നാളാണ്. പിറന്നാളിന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് പോയാലോ? ഓക്കെ. ഗിഫ്റ്റ് കിട്ടിയ ആർക്കും ഇഷ്ടമില്ലാത്തല്ലേ? എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവുമല്ലോ ഞാൻ എവിടെയാണ് നിൽക്കണേന്ന്. ഞാനിപ്പോൾ ഒരു ജ്വല്ലറി നിൽക്കുകയാണ്. ബ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ചേട്ടൻ വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഗോൾഡ് പർച്ചേസിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഷോപ്പിലേക്ക് വന്നേക്കാണ്. നമുക്ക് ബാഗ് മേടിക്കേണ്ടി വന്നേക്കാണ്. നമുക്ക് ബാഗ് മേടിച്ചിട്ട് നെക്സ്റ്റ് ഞങ്ങൾ എത്തിയത് അമ്മയ്ക്ക് സെറ്റ് മുണ്ടും എടുക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഓണം വ്ലോഗിൽ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഞാൻ വെറൈറ്റി സെറ്റ് മുണ്ടുമായിരുന്നു എടുത്തിരുന്നത്. ഒക്കെ അമ്മയുടെ കളക്ഷനാണ്. അമ്മയ്ക്ക് ഒത്തിരിയും സെറ്റ് മുണ്ടുണ്ട്. കാരണം എല്ലാ ഫംഗ്ഷനും അമ്മ സെറ്റ് മുണ്ട് യൂസ് ചെയ്യും. നല്ലൊരെണ്ണം ഞാനത് സെലക്ട് ചെയ്തു. ഡ്രസ്സ് മേടിച്ചിറങ്ങിയപ്പോഴത്തേലും ഏകദേശം 7 മണി 8 മണിയായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പോയി കേക്കും എടുത്തിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയത്. വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേലും അനിയത്തിയും ഹസ്ബൻഡും കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊറോണ ആയത് കാരണം തന്നെ ഫംഗ്ഷൻ ഭയങ്കരമായിട്ട് ആരും ഇല്ലാതെയാണ് ചെയ്തത്. ശരിക്കും ഗ്രാൻഡായിട്ട് ചെയ്യേണ്ട ഫംഗ്ഷനായിരുന്നു. എല്ലാവരും എത്തി. പുറത്തുള്ള ഈ ബഹളമൊക്കെ കേട്ടപ്പോഴത്തേലും അമ്മ എഴുന്നേറ്റു. ഞങ്ങൾ അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് അമ്മ അറിഞ്ഞിട്ട് പിന്നെ അറിഞ്ഞുകൊണ്ടുള്ള കേക്ക് കട്ടിങ് ആയി. കേക്ക് ഞാൻ എടുത്തപ്പോൾ ഞങ്ങളുടെ 3 പേരുടെയും കൂടെ ടേസ്റ്റ് നോക്കി. അമ്മയ്ക്ക് പിസ്ത ഫ്ലേവറാണ് ഇഷ്ടം, എനിക്ക് ചോക്ലേറ്റാണ് ഇഷ്ടം, ഹസ്ബൻഡിന് വാനില. അപ്പോൾ 3ഉം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു കേക്കാണ് സെലക്ട് ചെയ്തത്. പിന്നെ കേക്ക് കട്ടിങ് ആയിരുന്നു. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇത് അമ്മയുടെ 60th ബർത്ത്ഡേ ആണ്. ശരിക്കും ഗ്രാൻഡ് ആക്കി ചെയ്യണമെന്ന് വിചാരിച്ചൊരു ഫംഗ്ഷൻ ആയിരുന്നു ഇത്. അതായത് അമ്മ വീട്ടുകാരെയും അച്ഛൻ വീട്ടുകാരെയും അമ്മയുടെ ഫ്രണ്ട്സിനെയും കൊളീഗ്സിനെയും ഞങ്ങളുടെ ഫ്രണ്ട്സിനെയും ഒക്കെ വിളിച്ച് ശരിക്കും ഗ്രാൻഡാക്കി ചെയ്യാമെന്ന് വിചാരിച്ചൊരു ഫംഗ്ഷനായിരുന്നു ഇത്. അപ്പോൾ ഈ കൊറോണ ആയത് കാരണം ആരെയും വിളിക്കാൻ പറ്റിയില്ല. ഏറ്റവും അധികം മിസ് ചെയ്തത് ഏട്ടൻ്റെ അനിയത്തിനെയാണ്, ഇളയ അനിയത്തിനെ. അവിടെ കണ്ടെയ്ൻമെൻറ്റ് സോൺ ആയത് കാരണം അവർക്ക് വരാൻ പറ്റിയില്ല. ശരിക്കും ഞങ്ങൾ നന്നായിട്ട് മിസ് ചെയ്തു അവളെയും ഹസ്ബൻഡിനെയും കുട്ടീനെയും. മോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോളുടെ അതേ പ്രായമാണ്. അപ്പോൾ രണ്ടുപേരും കൂടി ഉണ്ടാകുമ്പോൾ ഫംഗ്ഷൻ ഒന്നും കൂടി അടിപൊളിയാവുമായിരുന്നു. അപ്പോൾ ശരിക്കും ഞങ്ങൾ അവരെ മിസ് ചെയ്തു. എങ്കിലും ഉള്ളവരെ വെച്ചിട്ട് ഏട്ടൻ്റെ ഇവിടെ അറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സും അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ ആ ഫംഗ്ഷൻ ഒന്ന് അടിപൊളിയാക്കി. പിന്നെ ഏട്ടൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു, കസിനും വൈഫും. അപ്പോൾ ഞങ്ങൾ ആ ഉള്ളവർ വെച്ചിട്ട് ഫംഗ്ഷൻ ഒന്ന് ഉഷാറാക്കി. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവുമല്ലോ മോൾ എത്രത്തോളം കുറുമ്പിയാന്ന്. അടുത്തത് അമ്മമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കലായിരുന്നു. എൻ്റെ മോൾക്ക് തീരെ ക്ഷമയില്ലാത്ത കാരണം ഗിഫ്റ്റ് അപ്പം തന്നെ പൊട്ടിക്കണം.
ഇതൊരു കുട്ടിയുടെ ഗിഫ്റ്റാണ്, അമ്മമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റാണ്. പക്ഷെ ഇത് എന്തോ ഒരു എഫേർട്ട് എടുത്തിട്ടാണ് മോള് ചെയ്തേക്കണെന്ന് അറിയോ. ആരും അറിഞ്ഞിട്ടില്ല, ഇവൻ അവളുടെ അച്ഛനും അമ്മയും കൂടി അറിഞ്ഞിട്ടില്ല. അവരറിയാതെയാണ് അവൾ റൂമിൽ ഇരുന്നിട്ട് ഇതൊക്കെ ചെയ്തത്. ശരിക്കും ഇതെല്ലാവർക്കും ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. നല്ല വേർഡിങ്സും നന്നായിട്ട് ചെയ്തു മോള്. അത് ഭയങ്കര സന്തോഷം തോന്നി. അവൾ അത്രയും അമ്മമ്മയ്ക്ക് വേണ്ടി ചെയ്തപ്പോഴത്തേലും ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ എല്ലാവരുടെയും ഗിഫ്റ്റൊക്കെ ഓപ്പൺ ചെയ്ത് ഓരോന്നും ഇങ്ങനെ ചെയ്തിട്ട് രാത്രി കിടക്കുമ്പോഴത്തേനും 2 മണിയായി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് അമ്മയ്ക്ക് അമ്പലത്തിൽ പോകണം, പിന്നെ സദ്യയുടെ സംഭവങ്ങളൊക്കെ ഒരുക്കണം. അപ്പോൾ പിന്നെ ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെ രാത്രി പരിപാടി. ഇതായിരുന്നു. രാവിലെ അമ്മയും ഏട്ടനും അമ്പലത്തിലേക്ക് പോയി. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒന്നുമില്ല, ജസ്റ്റ് പിക്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഉച്ചയ്ക്കത്തേക്ക് ഒരു അടിപൊളി സദ്യയൊക്കെ ഒരുക്കി. അങ്ങനെ ഞങ്ങളുടെ അമ്മയുടെ 60ാം പിറന്നാൾ ഞങ്ങൾ സിമ്പിളായിട്ട് ആഘോഷിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവർക്കും ഞങ്ങളുടെ പിറന്നാൾ ആഘോഷം ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ ബായ്.